ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാർവതി പറയും, ഇനി എന്നാൽ ആ സന്തോഷ വാർത്ത പൊട്ടിക്കാം. ജാസ്മിൻ്റെ വിസ റെഡിയായി. 2 ദിവസം കഴിയുമ്പോൾ ജാസ്മിനെ അമേരിക്കയിലേക്ക് പറക്കാം. ഇത് കേൾക്കുമ്പോൾ സുശീല ചോദിക്കും, ഇതായിരുന്നു ഹാപ്പി ന്യൂസ്? എന്താ ആൻറ്റി, ഇത് ഹാപ്പി ന്യൂസ് അല്ലേ? ഈ വിസയ്ക്ക് വേണ്ടിയായിരുന്നില്ലേ ജാസ്മിൻ കാത്തിരുന്നത്? ഇത് എത്രയും പെട്ടെന്ന് കിട്ടിയതുകൊണ്ട് ജാസ്മിനെ പോലെ തന്നെ എനിക്കും സന്തോഷമുണ്ട് മോനെ. ജാസ്മിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. മോൾക്കിപ്പോൾ സന്തോഷമായില്ലേ? അപ്പോൾ വിശാൽ പറയും, ഇത് വിസയും ട്രാവൽ ചെയ്യാനുള്ള മറ്റു രേഖകളുമാണ്, ഫ്ലൈറ്റ് ടിക്കറ്റും ഉണ്ട്, സൂക്ഷിച്ചു വെച്ചേക്കെന്ന് പറഞ്ഞിട്ട് അതെല്ലാം വിശാല് ജാസ്മിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറയും, ഇത്രയും ദിവസം ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചതിൽ ജാസ്മിൻ ഹാപ്പിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇടയ്ക്ക് ഇത്തിരി വിഷമങ്ങളൊക്കെ ഞങ്ങളായിട്ട് ജാസ്മിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ മനസ്സിൽ വെക്കാതെ മറക്കണം. ജാസ്മിൻ്റെ ഭാവി ജീവിതം സുരക്ഷിതമാക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. ഞാൻ ജാസ്മിന് നൽകിയ വാക്കായിരുന്നു അത്. അമേരിക്കയിലേക്ക് പോകണമെന്ന ജാസ്മിൻ്റെ ആഗ്രഹം സാധിച്ചതോടെ ഞാൻ ആ വാക്ക് നിറവേറ്റിയെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ സുശീല പറയും, കൺഗ്രാറ്റ്സ് വിശാൽ, ഇത്തിരി വൈകിട്ടാണെങ്കിലും നീ വാക്ക് പാലിച്ചല്ലോ, അതിന് നിന്നെ ഞാൻ അഭിനന്ദിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങൾ സംസാരിക്കേ എന്ന് പറഞ്ഞിട്ട് വിശാൽ അവിടെ നിന്ന് പോവുകയാണ്. പിന്നാലെ സുശീലയും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാർവതി ജാസ്മിനോട് പറയും, വിസ ഓക്കെയാണ്, 2 ദിവസം കഴിയുമ്പോൾ ഇവിടെ നിന്ന് പറന്നോണം, ഇല്ലെങ്കിലേ നിന്നെ ഞാൻ പറപ്പിക്കും എന്ന് പറഞ്ഞിട്ട് പാർവതി അകത്തേക്ക് പോവുകയാണ്. പിന്നെ രാത്രി പല്ലവി പാലുമായിട്ട് വിപിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ വിപിൻ പറയും, എനിക്ക് നിന്നോട് ഒരിക്കലും ഒരു വിരോധം തോന്നിയിട്ടില്ല. അത് കള്ളമല്ലേ സാറേ? വിരോധം ഇല്ലാഞ്ഞിട്ടാണോ സാർ ഇത്രയും നാൾ എന്നെ അവഗണിച്ചത്? ഞാൻ നിന്നെ അവഗണിച്ചതേ വിരോധം കൊണ്ടൊന്നുമല്ല. ഗർഭിണിയാണെന്ന് നീ കള്ളം പറഞ്ഞതിൻ്റെ പ്രയാസം കൊണ്ടാണ്. നീ നിന്റെ അഭിമാനം പോലും മറന്ന് ചെയ്യാത്ത കുറ്റത്തിന് എന്നെ പ്രതിയാക്കിയപ്പോൾ എനിക്കത് സഹിച്ചില്ല. അപ്പോൾ പല്ലവി പറയും, സാറിന് എനിക്ക് നഷ്ടമാകുമെന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് വേറെ ഒരു വഴിയില്ലായിരുന്നു. വേറെ ഒരു വഴിയും എൻ്റെ മുമ്പിൽ തെളിഞ്ഞില്ല. ചെയ്യുന്നത് പാപമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആ കള്ളം പറഞ്ഞത്. സാർ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ വിപിൻ പറയും, അതൊക്കെ നീ മറന്നേക്ക്. എനിക്കിപ്പോൾ തന്നോട് ഒരു ദേഷ്യവും ഇല്ല. അതിന് പ്രധാന കാരണം തൻ്റെ ചേച്ചി തന്നെയാണ്. തനിക്ക് എന്നോടുള്ള അതിരുകടന്ന സ്നേഹം കൊണ്ടാണ് താൻ ഇതൊക്കെ ചെയ്തതെന്ന് പാർവതി എനിക്ക് മനസ്സിലാക്കി തന്നു. താൻ തീരെ ഇന്നസെൻ്റ് ആണെന്ന് പാർവതി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഏതായാലും നമുക്കിടയിൽ അകൽച്ച മാറാൻ പാർവതി ഉണ്ടായത് നന്നായി. പാർവതിയുടെ പരിശ്രമം കൊണ്ടാണ് നമ്മൾ ഇനി സന്തോഷത്തോടെ ജീവിക്കാൻ പോകുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ പല്ലവിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. പല്ലവി കയ്യിലുണ്ടായിരുന്ന ആ പാൽ ഗ്ലാസ് എടുത്ത് വലിച്ചെറിയാണ്. അത് കാണുമ്പോൾ വിപിൻ ചോദിക്കും, താൻ എന്താ പല്ലവി കാണിച്ചത്? തനിക്ക് എന്താ പറ്റിയത്? നീ ആരോടാ ഈ ദേഷ്യം കാണിക്കുന്നത്? എന്നോടാണോ? അപ്പോൾ പല്ലവി പറയും, എൻ്റെ ഭർത്താവിന് സ്നേഹം തോന്നേണ്ടതേ എന്നോടാണ്. എന്നെയാണ് നിങ്ങൾ സ്നേഹിക്കേണ്ടത്. ഒന്നാകേണ്ടത് നമ്മുടെ മനസ്സുകളാണ്. അത് സാറിന് സ്വയം തോന്നണം. അല്ലാതെ ചേച്ചി പറഞ്ഞതുകൊണ്ട് ഒരു ചടങ്ങിന് എന്നെ ഭാര്യയെ സ്വീകരിക്കുകയല്ല വേണ്ടത്. അപ്പോൾ വിപിൻ ചോദിക്കും, നീ എന്തിനാ പല്ലവി ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്? പാർവതി പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഞാൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറായത്. നമുക്കിടയിലെ രസക്കേട് മാറ്റാൻ പാർവതി ഒരു നിമിത്തമായി എന്നേ ഉള്ളൂ. ഞാനാണ് തീരുമാനിച്ചത് താൻ ലൈഫ് പാർട്ട്ണറായി എനിക്കൊപ്പം വേണമെന്നും നമുക്കൊരുമിച്ച് ഒരു ലൈഫ് വേണമെന്നും. ഞാൻ സ്വയം എടുത്ത ഡിസിഷനാണത്. അപ്പോൾ പല്ലവി പറയും, ഇതിപ്പോൾ എൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറയുന്നതല്ലേ സാറ്? ഇതല്ല സത്യമെന്ന് എനിക്ക് ബോധ്യമായി. പാർവതിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സാർ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായി. ഒരു നാടകം. പാർവതിക്ക് വേണ്ടി കോംപ്രമൈസിന് തയ്യാറായ സാറിനോട് എനിക്ക് പുച്ഛാണ്, പരമ പുച്ഛം. ഇത് കേൾക്കുമ്പോൾ വിപിൻ പറയും, ഇനി എന്തെങ്കിലും സംസാരിച്ചാൽ ഞാൻ നിയന്ത്രണം വിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തു പോകും. നീ നന്നാവില്ല പല്ലവി, ഈ ജന്മത്ത് നന്നാവില്ല എന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് ദേഷ്യത്തോടെ വിപിൻ ഇറങ്ങി പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം ജാസ്മിൻ വിചാരിക്കും, എന്നെ ഇവിടെ നിന്ന് ആട്ടി പുറത്താക്കാനാണ് പാർവതിയുടെ ശ്രമം. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? പുറത്താക്കേണ്ടത് ഞാനല്ലല്ലോ, പാർവതിയല്ലേ. എന്നിട്ട് കുറച്ചു നേരം എന്ത് ചെയ്യുമെന്ന് ആലോചിക്കാൻ കേട്ടോ. എന്നിട്ട് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുമ്പോൾ വീണതുപോലെ അഭിനയിച്ച് എല്ലാവരും ഓടി വരണേ എന്ന് നിലവിളിച്ച് കരയാണ്. കരച്ചിൽ ശബ്ദം കേട്ട് എല്ലാവരും അവിടേക്ക് വരികയാണ്. അപ്പോൾ സുശീല ജാസ്മിനോട് ചോദിക്കും, എന്ത് പറ്റി ജാസ്മിൻ? അപ്പോൾ ജാസ്മിൻ പറയും, ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി വരികയായിരുന്നു അമ്മേ, പെട്ടെന്ന് കാലിൽ സ്ലിപ്പായി താഴെ വീണു. അപ്പോൾ പ്രഭാവതി പറയും, നീ ഒന്ന് എഴുന്നേറ്റ് നോക്കുമോളെ, കാലിന് വല്ലതും പറ്റുമെന്ന് നോക്കാലോ. എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സുശീല പറയും, ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? വല്ലതും പറ്റിയാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടതേ. അപ്പോൾ ജാസ്മിൻ പറയും, അയ്യോ ഹോസ്പിറ്റലിലൊന്നും പോകേണ്ട. അപ്പോഴാണ് വിശാലും പാർവതിയും കൂടെ അവിടേക്ക് വരുന്നത്. അപ്പോൾ വിശാൽ ചോദിക്കും, എന്താ ജാസ്മിൻ പറ്റിയത്? അപ്പോൾ പ്രഭാവതി പറയും, ജാസ്മിൻ നടുപിടിച്ച് താഴെ സ്റ്റെപ്പിൽ നിന്ന് വീണു, ഇപ്പോൾ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പാർവതി പറയും, എന്നാലേ നടുവിന് വല്ല ഒടിവോ ചതവോ ഉണ്ടായി കാണും. അപ്പോൾ സുശീല പറയും, അതാവാനാ ചാൻസ്. നീ എങ്ങനെ ഇനി അമേരിക്കയിലേക്ക് പോകും? 2 ദിവസം കഴിഞ്ഞ് പോകേണ്ടതല്ലേ? അപ്പോൾ ജാസ്മിൻ പറയും, എനിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, യാത്ര ക്യാൻസൽ ചെയ്യേണ്ടി വരുന്നാ തോന്നുന്നത്.
അപ്പോൾ വിശാൽ പറയും ജാസ്മിൻ ഒന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കേ, നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകാം. അപ്പോൾ ജാസ്മിൻ പറയും വേണ്ട, എനിക്ക് ഒരു അടി അനങ്ങാൻ പോലും പറ്റുന്നില്ല, ഹോസ്പിറ്റലിലൊന്നും പോകേണ്ട, ഡോക്ടറിനെ ഇങ്ങോട്ട് വിളിച്ചാൽ മതി. എന്നാൽ ഞാൻ ഡോക്ടറിനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിശാൽ പോയിട്ട് ഡോക്ടറിനെ വിളിക്കുകയാണ്. ഡോക്ടർ വന്നിട്ട് ജാസ്മിനെ പരിശോധിച്ചിട്ട് പറയും ചിലപ്പോൾ ഇത് കാണുമ്പോൾ ഡിസ്ക് സ്ലിപ്പായി കാണും, അല്ലെങ്കിൽ ഞരമ്പിന് ശക്തമായിട്ട് പരിക്കേറ്റ് കാണും, എന്തായാലും സ്കാൻ ചെയ്താൽ എന്തെങ്കിലും പറയാൻ പറ്റൂ. അപ്പോൾ ജാസ്മിൻ ചോദിക്കും സ്കാൻ ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഹോസ്പിറ്റലിലേക്ക് വരണ്ടേ? അപ്പോൾ ഡോക്ടർ ചോദിക്കും വേദന കുറയാതെ ഇയാൾക്ക് എഴുന്നേൽക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു പെയിൻ കില്ലർ തരാം, അത് കഴിച്ച് വേദന കുറഞ്ഞതിന് ശേഷം താൻ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി. അപ്പോൾ സുശീല ചോദിക്കും പെട്ടെന്ന് സുഖപ്പെടാൻ വല്ല സാധ്യതയുണ്ടോ ഡോക്ടറെ? അപ്പോൾ ഡോക്ടർ പറയും അതൊക്കെ സ്കാൻ കഴിഞ്ഞിട്ട് പറയാം, ഏതായാലും കുറഞ്ഞത് 3 മാസമെങ്കിലും ബെഡ് റെസ്റ്റ് വേണ്ടി വരും, ചിലപ്പോൾ അത് കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ വിശാൽ പറയും ജാസ്മിൻ്റെ പെയിൻ കുറഞ്ഞാലൂടെ ഞങ്ങൾ ജാസ്മിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാം, നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഉടനെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സുശീല പറയും അമേരിക്കയിലേക്ക് പോകേണ്ട ഈ സമയത്ത് തന്നെ എൻ്റെ മോൾക്ക് ഈ ഗതി വന്നല്ലോ. അപ്പോൾ വിശാൽ പറയും യാത്രയെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കണ്ട ആൻറ്റി, ആദ്യം ജാസ്മിൻ റിക്കവർ ആവട്ടെ. പിന്നെ കാണിക്കുന്നത് പാർവതി വിചാരിക്കും ഇതൊക്കെ ജാസ്മിൻ്റെ അഭ്യാസമാണ്, അമേരിക്കയിലേക്ക് പോകാതിരിക്കാനുള്ള അവളുടെ അടവ്, എങ്ങനെ അവളുടെ കള്ളക്കളി വെളിച്ചത്ത് കൊണ്ടുവരും, അവളുടെ ഈ പദ്ധതി പൊളിക്കണമല്ലോ, എന്താ ഒരു വഴി? അങ്ങനെ ആലോചിച്ച് നടക്കുമ്പോഴാണ് ഗാർഗി അവിടേക്ക് വരുന്നത്. അപ്പോൾ ഗാർഗി പാർവതിയോട് ചോദിക്കും എന്താ പാർവതി ഒരു ആലോചന? അപ്പോൾ പാർവതി പറയും ഞാൻ ജാസ്മിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അതെന്താ, നടുവൊടിഞ്ഞ് കട്ടിലിൽ കിടക്കുന്ന അവള് അവിടെ കിടന്നുകൊണ്ട് നിന്നോട് ഉടക്കിന് വല്ലതും വന്നോ? അതൊന്നുമല്ല ഗാർഗി, ജാസ്മിൻ ഈ കാണിക്കുന്നതൊക്കെ ഒരു നാടകമാണ്, അമേരിക്കയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു നാടകം. ശരിക്കും അവൾക്ക് ഒരു കുഴപ്പമില്ല, നടുവൊടിഞ്ഞെന്നൊക്കെ അവൾ വെറുതെ പറയുന്നതാണ്. അത് കേൾക്കുമ്പോൾ ഗാർഗി ചോദിക്കും അത് നിനക്ക് എങ്ങനെ അറിയാം? അപ്പോൾ പാർവതി പറയും ശരിക്കും അവൾക്ക് കാര്യമായിട്ട് ഒടിവോ ചതവോ പറ്റിയിട്ടുണ്ടെങ്കിൽ അവൾ ഇങ്ങനെ അവിടെ കിടക്കുമോ? എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുകയല്ലേ ചെയ്യുക? അപ്പോൾ ഗാർഗി പറയും അത് നീ പറഞ്ഞത് ശരിയാണ്, ഞാനും ഇത് ചിന്തിച്ചതാണ്, പിന്നെ ഡോക്ടർ വന്ന് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ആ സംശയം ഉപേക്ഷിച്ചു. അപ്പോൾ പാർവതി പറയും ഡോക്ടർ അവൾ പരിശോധിക്കുന്ന സമയത്ത് അവളും പ്രഭാവതി അമ്മയും കൂടെ കണ്ണുകൊണ്ട് എന്തൊക്കെയോ കലാശയങ്ങൾ കാണിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് ഇത് കൃത്യമായൊരു പ്ലാനാണെന്ന്. ജാസ്മിൻ്റെ ഈ കള്ളത്തരം നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരണം, അവളുടെ ഈ തന്ത്രം പൊളിക്കണം, അതിനെന്തോ ഒരു മാർഗം, അതാ ഞാൻ ചിന്തിക്കുന്നത്. നിനക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? അപ്പോൾ ഗാർഗി പറയും നമുക്ക് ആലോചിക്കാം, എന്തായാലും നമുക്ക് അവളെ എപ്പോഴും ചെടുക്കണം, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ഗാർഗി എന്താ ഒരു വഴിയെന്ന് ആലോചിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒരു വഴി പാർവതിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയും ഇത് ഏൽക്കും പാർവതി, നീ ഒന്ന് വെയിറ്റ് ചെയ്യേ, ഞാൻ ആ കക്ഷിയെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗാർഗി അകത്തേക്ക് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ഒരു പാമ്പാട്ടി അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് പാമ്പാട്ടി ഗാർഗിയോട് ചോദിക്കും ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഗാർഗി പറയും ഒരു പാമ്പിനെ മാളത്തിൽ നിന്ന് പുറത്താക്കി അതിൻ്റെ പടം ഒന്ന് പൊഴിക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അയാളെയും കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. അതേസമയം ജാസ്മിൻ വിചാരിക്കും എന്തായാലും എൻ്റെ അഭിനയം നന്നായി ഏൽക്കുന്നുണ്ട്, ഇതുപോലെ ഒരു 6 മാസം ഹോസ്പിറ്റലും വീട്ടിലുമായിട്ട് കഴിച്ചുകൂടാം, അതിനിടയ്ക്ക് എങ്ങനെയെങ്കിലും വിശാലിനെ മയക്കിയെടുക്കണം. അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് പാമ്പാട്ടി കൂട് തുറന്ന് പാമ്പിനെ ജാസ്മിൻ്റെ മുറിയിലേക്ക് കയറ്റിവിടുന്നത് കേട്ടോ. പത്തി വിടർത്ത് നിൽക്കുന്ന പാമ്പിനെ കണ്ട ജാസ്മിൻ പാമ്പ് എന്ന് വിളിച്ച് ഉറക്കെ നിലവിളിക്കുകയാണ്. എന്നിട്ട് ഓടി താഴെ ഹോളിലേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് ആരെങ്കിലും ഓടി വരണേ എന്ന് നിലവിളിച്ച് കരയാണ്. അത് കേട്ടുകൊണ്ട് വിശാൽ അവിടേക്ക് വരികയാണ്. അപ്പോൾ വിശാൽ ചോദിക്കും എന്തു പറ്റി ജാസ്മിൻ? അപ്പോൾ ജാസ്മിൻ പറയും അവിടെ ഒരു പാമ്പ് വിശാൽ, എൻ്റെ മുറിയിലെ അതവിടെ പത്തി വിടർത്തി നിൽക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് ഗാർഗിയും പാർവതിയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഗാർഗി ചോദിക്കും ഇപ്പോഴും പാമ്പ് അവിടെ തന്നെ ഉണ്ടോ ജാസ്മിൻ? അപ്പോൾ ജാസ്മിൻ പറയും പാമ്പിനെ കണ്ടതും ഞാൻ പേടിച്ച് അവിടെ നിന്ന് ഓടി വന്നു, അത് അവിടെ തന്നെ ഉണ്ടാവാനാണ് സാധ്യത, ഇപ്പോഴും അവിടെ തന്നെ കാണും, ആരെങ്കിലും ചെന്നൊന്ന് അതിനെ എടുത്തു കളാം. അപ്പോൾ വിശാൽ പറയും താൻ കൂളായിട്ടിരിക്കേ, പാമ്പ് അവിടെ ഉണ്ടോ എന്ന് ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വിശാൽ മുകളിലേക്ക് കയറി പോവുകയാണ്. പേടിച്ച് നിൽക്കുന്ന ജാസ്മിനെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായി മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് തന്നാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.